ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 2025 ബാക്ക് ടു സ്കൂൾ സീരീസിലെ ആദ്യത്തെ എപ്പിസോഡായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഇത്രയും ദിവസം ഞാൻ ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അതിൻ്റെ താഴെ വരുന്നൊരു കമൻറ്റാണ് ബാക്ക് ടു സ്കൂൾ സീരീസ് വേഗം സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവരും സ്കൂളിലേക്ക് അത്രയും ധൃതി പിടിച്ചിരിക്കാൻ ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഞങ്ങളൊക്കെ പണ്ട് വെക്കേഷൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് സ്കൂൾ തുറക്കണമെന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് ഇത്ര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നമ്മൾ സ്കൂൾ സപ്ലൈസ് ഒക്കെ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുൻപും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അവരെന്തായാലും ചെയ്തിട്ട് മാത്രമേ ഷോപ്പിങ്ങിനും അതുപോലെ സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡി ആവാൻ പാടുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു സ്കൂൾ ഇയർ നല്ല അടിപൊളിയായിട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോയാലോ. ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കും പറ്റിയിട്ടുള്ളൊരു മണ്ടത്തരമാണ് കേട്ടോ. എനിക്കിങ്ങനെ ബാക്ക് ടു സ്കൂൾ ഐറ്റംസും സ്റ്റേഷനറി ഐറ്റംസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്യൂട്ടായിട്ടുള്ളതും അങ്ങനത്തെയൊക്കെ ഭയങ്കര താല്പര്യം. അതുകൊണ്ട് തന്നെ പണ്ട് മുതലേക്ക് അങ്ങനത്തെയൊക്കെ വാങ്ങാൻ പോകാനും കാണാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ അന്നൊന്നും കടകളിൽ ഇപ്പോൾ കിട്ടുന്ന അത്രയും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഒരുപാട് ടൈപ്പ് ഐറ്റംസ് നമുക്ക് കടകളിൽ കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഓൺലൈനിൽ കാണായാലും ഇനി വീഡിയോസിൽ ഇപ്പോൾ ഷോർട്സിൽ കാണായാലും അതുപോലെ തന്നെ പിൻട്രസ്റ്റിൽ നോക്കിയാലും ഒക്കെ ക്യൂട്ടായിട്ടുള്ള സ്റ്റേഷനറിയും സ്റ്റഡി ടേബിൾ മേക്ക് ഓവറൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് വാവ് ഇത് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ഭയങ്കരമായിട്ടൊരു കൊതി തോന്നും കേട്ടോ. നമുക്ക് സാധാരണ സ്കൂളിൽ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുള്ളൂ. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങി വെക്കുമ്പോൾ കാണാൻ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് പതിയെ കുറയും. പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ പേനയും സാധാരണ ഐറ്റംസൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊരു ഐറ്റം വാങ്ങുന്നതിന് മുൻപ് 2 വട്ടം ആലോചിക്കുക. ക്യൂട്ട്നെസ് മാത്രമാണ് നോക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഐറ്റംസ് ആണോന്ന്. കാരണം ഇതുപോലെയുള്ള ക്യൂട്ട് ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല വില വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അതുപോലത്തെ വാങ്ങാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. 1-2 ഓക്കെ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങാമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പാരൻസിനും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അധികം വാശി പിടിക്കാതെ നല്ല ഉപകാരമുള്ള യൂസ്ഫുൾ ഐറ്റംസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്കൂൾ ബാഗാണ്. ബാഗ് നമ്മൾ ക്ലാസ് പൂട്ടിയപ്പോൾ അവിടെ കൊണ്ട് വെച്ചതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇനി എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളതൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആദ്യം പോയിട്ട് നോക്കുക. കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കുക. അപ്പോൾ ബാഗിൻ്റെ കാര്യത്തിൽ വേറൊരു കാര്യം, ബാഗിന് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്ക് ഈ ബാഗ് തന്നെ റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് എല്ലാ കൊല്ലം ബാഗ് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങളങ്ങനെ വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ റോസുവിൻ്റെ ബാഗ് മാറ്റാറായിട്ടുണ്ട്. അത് അവളിപ്പോൾ ഒരു 3-4 വർഷമൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റാറായി. ഇസയുടെ ബാഗിന് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അവൾ കഴിഞ്ഞ വർഷം പുതിയത് വാങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാറ്റൊന്നുമില്ല. ഈ ഒരു ഹൈസ്കൂളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമതായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം നമ്മുടെ സ്കൂൾ ബാഗിൻ്റെ ക്ലീനിങ് ആണ്. ഇതിനായിട്ട് ഞാൻ വലിയൊരു ബക്കറ്റിലോട്ട് വെള്ളവും അതുപോലെ തന്നെ നേരിയ ചൂടുവെള്ളവും കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. വല്ലാത്ത തിളച്ച വെള്ളം എടുക്കരുത്, അല്ലെങ്കിൽ ബാഗിൻ്റെ ഇതൊക്കെ കംപ്ലയിൻ്റ് ആവും. അപ്പോൾ നേരിയ ചൂടുവെള്ളവും പിന്നെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സോപ്പ് പൊടിയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് അഴുക്ക് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ബാഗിന് നമ്മൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കാം. അഴുക്ക് എത്രത്തോളം ഉണ്ട് അത്ര നേരം മുക്കി വെക്കാം. ബാഗ് ഇങ്ങനെ മുക്കി വെക്കുമ്പോൾ ഇങ്ങനെ ഉയർന്ന് വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വെയിറ്റ് ഉള്ളത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പോൾ ബാഗ് ഫുള്ളായിട്ട് വെള്ളത്തിൽ കുതിർന്നിരുന്നോളും. അത് കഴിഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുക്കുക. ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം വാഷിംഗ് മെഷീനിലാണ് വാഷ് ചെയ്തെടുക്കാറുള്ളത്. അത് കഴിഞ്ഞ് നല്ല വെയിലുള്ള ദിവസം നോക്കിയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. എന്നാൽ ബാഗ് നന്നായിട്ട് ഉണങ്ങി കിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായതും ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ യൂണിഫോം നമ്മൾ ആദ്യം തന്നെ ഇട്ട് നോക്കുക. അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷനോ കാര്യങ്ങളൊക്കെ വരുത്തണോ അല്ലെങ്കിൽ പുതിയത് തയ്ക്കണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടിയിട്ട് തന്നെ യൂണിഫോം നമ്മൾ തയ്ക്കാൻ കൊടുക്കണം. ഇല്ലെങ്കിൽ ക്ലാസ് ടൈം ആകുമ്പോഴേക്കും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല യൂണിഫോം എല്ലാം തന്നെ വാഷ് ചെയ്ത് അയൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ബാക്കി ഐറ്റംസൊക്കെ നമുക്ക് പെട്ടെന്ന് പോയാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. പക്ഷേ യൂണിഫോം നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോയാൽ കിട്ടുന്നൊരു ഐറ്റം അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓൾട്ടറേഷൻ അതുപോലെ തന്നെ ടൈലറിങ്ങും ഒക്കെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഇനി നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വാട്ടർ ബോട്ടിലും അതുപോലെ തന്നെ ടിഫിൻ ബോക്സ്. ഇനി നമ്മൾ ഊണ് കഴിക്കാൻ വെക്കുന്ന പാത്രം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ പാത്രമൊക്കെ ഓക്കെ ആണോ, അതൊക്കെ എവിടെ ഇരിക്കണേ, ഇനി സ്കൂൾ ബാഗിൽ തന്നെ കിടക്കുന്നുണ്ടോ മറന്ന് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അഞ്ചാമതായിട്ട് നമ്മുടെ കുടകളെല്ലാം തന്നെ ഒന്ന് എടുത്ത് നോക്കുക. റിപ്പയർ ചെയ്യണമെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക. വാങ്ങണമെന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. മഴക്കാലമൊക്കെ വരികയാണ്. അപ്പോൾ കുട പ്രത്യേകമായിട്ട് ബാഗിനെ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഐറ്റമാണ്. അടുത്തത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ചെരുപ്പുകളാണ്. ചെരുപ്പ് നോക്കിയിട്ട് പാകവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. റിപ്പയറോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കുക. അതിനുശേഷം തുടച്ചതെല്ലാം വൃത്തിയാക്കിയൊക്കെ വെക്കുക.
ഇനി നമ്മുടെ ചെരുപ്പ് പാകില്ല പുതിയത് വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ വാങ്ങുന്നതാണ് നല്ലത്. കാരണം ബാക്ക് ടു സ്കൂൾ സീസൺ ആകുമ്പോൾ ഒരുപാട് പുതിയ കളക്ഷൻ വരാറുണ്ട് കടകളിൽ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ മോഡൽ ചിലപ്പോൾ നമുക്ക് അത്ര അധികം കിട്ടില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള സ്റ്റേഷനറി ഐറ്റംസ് ആണ്. ഇതാണ് നമുക്ക് കുറച്ചധികം സമയം എടുത്തത്. അത് നമ്മൾ ഒതുക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാ വർഷം ചെയ്യണതാണ് കേട്ടോ. അതായത് നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും വർക്കിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്കെച്ച്, മാർക്കറുകൾ, അതുപോലെ തന്നെ ഹൈലൈറ്റേഴ്സ്, പേന, പെൻസിൽ, റബ്ബർ അതൊക്കെ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആവശ്യമുള്ള എന്തെങ്കിലും വാങ്ങണത്. അല്ലാതെ എല്ലാ വർഷവും പുതിയ കുറേ ഐറ്റം ഒന്നും വാങ്ങാറില്ല. ഇതൊക്കെ ഒരുപാട് വർഷം 5 വർഷം വരെ പഴയ ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങണുള്ളൂ. അപ്പോൾ ചില കളറുകളൊക്കെ കളർ ചെയ്തപ്പോൾ അതിൻ്റെ മഷിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കളയാണ്. വെറുതെ വെച്ച് സ്ഥലം കളയുന്നതിലും നല്ലത് നോക്കിയിട്ട് ആവശ്യമുള്ളത് വാങ്ങാം. അപ്പോൾ നമ്മളിത് പലപ്പോഴായിട്ട് വാങ്ങിയ ഐറ്റംസ് എല്ലാം കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നിരിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് എല്ലാ വർഷവും പുതിയ ഐറ്റംസ് വാങ്ങാറില്ല. കാരണം ആവശ്യമുള്ളത് നോക്കിയിട്ട് മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തു. ഇനി നമ്മൾ കയ്യിലുള്ള പാനുകളെല്ലാം തന്നെ ചെക്ക് ചെയ്തൊക്കെ വെച്ചു. ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റിൻ്റെ പാലറ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ പെയിൻറ്റ് അടിക്കുന്നത്, അതിങ്ങനത്തെ വലുതൊരെണ്ണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 5 വർഷത്തോളമായി ഉപയോഗിക്കുന്നു, ഒരു കേടുമില്ല. അപ്പോൾ ഇത് ഒന്ന് വൃത്തിയാക്കണം ഇടയ്ക്ക്. അപ്പോൾ വർഷത്തിലൊരിക്കലാണ് ഇതിങ്ങനെ തുടച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു വെക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിലുള്ള പെയിൻറ്റ് ബ്രഷുകളൊക്കെ ഉണ്ടല്ലോ, അത് വൃത്തിയാക്കാൻ നമ്മൾ ചെയ്യാറുള്ളത് തിന്നർ ഉണ്ടല്ലോ, പെയിൻറ്റൊക്കെ അടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന തിന്നർ, അത് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ആ പെയിൻറ്റ് ബ്രഷ് എല്ലാം അതിൽ മുക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അത് നന്നായിട്ട് അതിലത്തെ പെയിൻറ്റും കാര്യങ്ങളെല്ലാം ഇളകിപ്പോയി നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളേഴ്സും സ്റ്റേഷനറി ഐറ്റംസും നമ്മൾ ഓർഗനൈസ് ചെയ്തു. എല്ലാം തരംതിരിച്ച് ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് ഇതിൽ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്കെച്ച് പെന്നുകളൊക്കെ കുറേ ഇതിൽ കാണുന്നുണ്ടെങ്കിലും ഇതിൽ എല്ലാ കളേഴ്സും ഇല്ല. ചില കളേഴ്സൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പാക്കറ്റ് സ്കെച്ചോ അങ്ങനെ എന്തെങ്കിലും വാങ്ങേണ്ട ഒരു ആവശ്യം വരണുള്ളൂ, ബാക്കി വേറെ ഒന്നും വാങ്ങേണ്ട. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഓൾറെഡി കഴിഞ്ഞ വർഷത്തെ പുതിയതാണ്. അപ്പോൾ അതും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നോട്ട് പുസ്തകങ്ങൾ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ഈ ബുക്കുകളെല്ലാം തന്നെ എടുത്ത് അതിലെല്ലാം പ്ലെയിൻ ആയിട്ടുള്ള പേജസ് ഉള്ളതെല്ലാം ഇളക്കിയെടുക്കും. അതിനുശേഷം അത് ബൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മുൻപത്തെ 3 വർഷങ്ങളൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് ഇത് ബൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് റഫ് ബുക്കായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്വയം ബൈൻഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ കൊടുത്ത് ബൈൻഡ് ചെയ്യിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഈ വർഷം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പുസ്തകം ബൈൻഡ് ചെയ്യിക്കാൻ പുറത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കൊടുത്തപ്പോൾ അധികം വലിയ റേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല നല്ല നീറ്റായിട്ട് പുസ്തകം ബൈൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് റഫ് ബുക്കായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലേബറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഗൈഡുകളൊക്കെ നമുക്ക് വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അതിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ. എന്നാലും നമുക്ക് വീട്ടിലത് കിട്ടുക. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴിക്കും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പേപ്പറുകാരോട് പറഞ്ഞാൽ അവരും ഇതുപോലെയുള്ള ബുക്സ് തരും. പിന്നെ പോസ്റ്റൽ വഴിക്കും നമുക്ക് 3 രീതിയിൽ നമുക്ക് ബുക്ക് ചെയ്യാം. പോസ്റ്റൽ വഴിക്കും ചെയ്യാം. അപ്പോൾ അതിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ ഓരോ വർഷവും മാറ്റമുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷത്തെ റേറ്റ് ആയിട്ടാണ് ഞാൻ ഈ കാണിച്ചത്. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കേണ്ട സ്പേസ് എന്ന് പറയുന്നത് നമ്മുടെ റൂമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ടേബിൾ ആയിരിക്കും. അപ്പോൾ എവിടെയാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് വെച്ചാൽ ആ ഏരിയ നല്ല ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യുക ആദ്യം തന്നെ നമ്മുടെ റൂം ഫുള്ളായിട്ടും പൊടിയൊക്കെ തട്ടി നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തിട്ട് ഷീറ്റൊക്കെ മാറ്റി അതിന് ശേഷം സ്റ്റഡി ടേബിളും കാര്യങ്ങളൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെക്കുക. അപ്പോഴാണ് നമുക്ക് അവിടെ പഠിക്കാനിരിക്കാനായിട്ട് തോന്നുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അതൊക്കെ പ്ലാൻ ചെയ്തൊരു ദിവസം റൂമൊക്കെ ക്ലീൻ ചെയ്തിടാനും കൂടി ശ്രദ്ധിക്കുക. റൂം നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ഏരിയ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ഒന്ന് അറേഞ്ച് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവിടെ യൂണിഫോമും സ്കൂളിലേക്ക് പോകുമ്പോൾ റെഡി ആവേണ്ട ഐറ്റംസൊക്കെ വെക്കാൻ ഒരു ഏരിയ. അടുത്തതായിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന വാഹനം അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൽ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വരുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്താ വെച്ചാൽ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നേരത്തെ കൂട്ടി ഇൻഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും കൂടി നോക്കുക. അപ്പോൾ ഇനിയാണ് നമ്മുടെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ട് അല്ലേ, നമ്മുടെ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഷോപ്പിംഗ് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. ഇനി അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മൾ വാങ്ങേണ്ട എല്ലാ ഐറ്റംസും ഞാൻ എഴുതി വെക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കൂടെ തന്നെ ഇരുന്നിട്ടാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുക കേട്ടോ. കാരണം അവരോടും കൂടി ചോദിക്കും ഇന്ന ഐറ്റംസ് അല്ലേ നമുക്ക് വേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങുക. പിന്നെ അവിടെ ചെല്ലുമ്പോൾ
വേണമെന്ന് എന്തെങ്കിലും ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കണ്ടാൽ 1-2 ഓക്കെ വാങ്ങാം. അല്ലാതെ വെറുതെ കുറേ മേടിച്ച് കൂട്ടുന്നതിൽ ഞാൻ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അർത്ഥമില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിയുമ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ അതുകൊണ്ട് അത്രയും ആവശ്യമുള്ള ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ലിസ്റ്റ് തയ്യാറാക്കി അത് പ്രോപ്പറായിട്ട് നമ്മൾ തന്നെ അത് കുട്ടികൾ തന്നെ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാക്കാനും പഠിക്കാനും പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി നമ്മൾ അടുത്ത ദിവസം ഇനി ഷോപ്പിങ്ങിന് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വേഗം വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.